തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലേക്ക് കരിങ്കൽ ഉൽപ്പന്നങ്ങളുമായി വരുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഗുണ്ടാപ്പിരിവ് നടത്തുന്നുവെന്ന് പരാതി. തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് പണപ്പിരിവ്. അതിർത്തിയിലെ പ്രധാന ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. வண்டி மறிச்சு போட்டுட்டு யாருன்னு தெரியல. எங்கிட்ட பாஸ் கொடுன்னா நாங்கள் மைன்ஸ் ஆஃபீஸ்லேருந்து வரட்டும் கேட்குறோம். பாஸு என்ன அடிக்க வந்தாங்கன்னா டிரைவர் நான் சும்மாவா? பாஸ் உங்கள்கிட்ட கொடுக்க முடியாதுப்பா. அதிகாரி வரட்டும் கொடுக்குறோம். அதிகாரி வரட்டும்ப்பா கொடுக்குறோம் பாஸு. என்ன போகிறோம் ரோட்டில் வரவேலாம் பாஸ் கேட்டால் நாங்கள் எங்கே போய் கொடுக்குறது? ഇടുക്കിയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണമുള്ളതിനാൽ തമിഴ്നാട്ടിലെ ക്വാറികളെ ആശ്രയിച്ചാണ് ഇടുക്കിയുടെ വിവിധ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 100-ലധികം കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ കമ്പംമേട്ടു മുതൽ അതിർത്തി കടന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഇവ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളുമുണ്ട്. അംഗീകൃത പാസും ആവശ്യമായ രേഖകളുമായി ലോഡ് എടുക്കുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയാണ് നിലവിൽ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് പരാതി. ஐடி கார்டை கொடுங்க, நான் பாஸ் காமிக்கிறேன். நீங்கள் யார் இதை செக் பண்ணுறதுக்கு நீங்கள் சொல்லுங்கள். ഒരു ലോഡിന് 3000 മുതൽ 5000 രൂപ വരെ ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഗുണ്ടാ സംഘം പിരിവ് നടത്തുന്നതെന്ന് ലോറി ഉടമകളും തൊഴിലാളികളും പറയുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെ 6:30 എൻ്റെ വണ്ടി കമ്പത്തിൽ നിന്ന് കല്ല് കയറ്റിക്കൊണ്ട് വരുന്ന വഴിക്ക് കമ്പം അടിവാരത്ത് വെച്ച് കുറേ ആളുകൾ കൂടി റോയൽറ്റി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോറി തടയുകയും ലോറിയെ ഡ്രൈവറെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാവുകയും ചെയ്തു. ഈ പ്രവണത ഒരു ഗുണ്ടായിസ രീതിയിലുള്ള പ്രവണത തുടർന്ന് വന്നാൽ ഇടുക്കി ജില്ലയിലോട്ട് വരുന്ന മെറ്റീരിയലുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇത് വ്യാപകമായി ബാധിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. കമ്പംമേട്ട്, ബോഡിമേട്ട്, കുമളി പാതകളിലൂടെ അതിർത്തി കടക്കുന്ന വാഹനങ്ങളാണ് തടയുന്നത്. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ അംഗീകൃത പാസുമായി സർവീസ് നടത്തുമ്പോൾ തമിഴ്നാട് വാഹനങ്ങളിൽ പലതും പാസ് ഉണ്ടാകാതെ കടന്നു പോകുന്നതായും പരാതി ഉയരുന്നു. കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇത്തരം വാഹനങ്ങൾ പരിശോധിക്കാത്തതിനാൽ നടപടിയും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും വാഹനം കേരള ചെക്ക് പോസ്റ്റിൽ തടഞ്ഞാൽ ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടത്തി വാഹനങ്ങൾ കൊണ്ടുപോവുകയാണ് പതിവ്. പാസ് സംവിധാനത്തെ തടസ്സപ്പെടുത്തി മുഴുവൻ വാഹനങ്ങളും അനധികൃതമായി ലോഡ് കടത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പരാതി ഉയരുന്നു. ലോഡുമായി വരുന്ന വാഹനങ്ങൾ നേരെ കല്ലേർ ഉൾപ്പെടെ പ്രദേശത്തുണ്ടാകുന്നതിൽ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ ആശങ്കയിലാണ്. വിഷയത്തിൽ ഇടുക്കി, തേനി കളക്ടർമാർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് ലോറി ഉടമകളുടെയും കരാറുകാരുടെയും ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.